പൊതുജനാരോഗ്യത്തെ മുതലാക്കിയാണ് നാട്ടിലെ ആശുപത്രി വ്യവസായം കൊഴുക്കുന്നതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച മില്ലറ്റ് കഫേയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുജനാരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി ആശുപത്രി വ്യവസായം നാട്ടിൽ തടിച്ചുകൊഴുക്കുകയാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മില്ലറ്റ് കാഫേയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു ആശുപത്രി വ്യവസായമാണ്. നമ്മുടെ ആരോഗ്യത്തെ വെച്ചിട്ടാണ് അവർ തടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കീസയും പോകുന്നു, ആളും പോകുന്നു എന്ന് എത്തുകയും ഈ വ്യവസായം തടിച്ചു കൊടുക്കുകയും രോഗം വന്നാൽ ചികിത്സിക്കേണ്ടെന്നല്ല പറയുന്നത്. രോഗം വരാതിരിക്കാൻ നമ്മൾ മുൻകരുതൽ എടുക്കണം. പ്രാർത്ഥിച്ചു മാത്രം കഥയില്ല, നിങ്ങളുടെ പ്രവർത്തനം കൂടി ഘടകമാകുന്നു. അവിടെയാണ് നിങ്ങൾ കഴിക്കുന്നതെന്ത് എന്നുള്ള വലിയ ചോദ്യം. ഈ ചെറുധാന്യങ്ങൾ ചെറുതല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇത് സാധനം ഇരിക്കുന്നത് സാധനം ചെറുതല്ല കേട്ടോ. ഈ സാധനം വേറെ ഏതിനേക്കാളും ഗുണമേന്മയുള്ളതാണ്. അപ്പോൾ ഗുണമേന്മയുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള ഒന്നാണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. കച്ചവടം കൂടുമ്പോൾ ലാഭമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നഷ്ടമാവുന്നവർ കച്ചവടം അതുപോലെ നിർത്തുകയും ചെയ്യും. ഈ ലാഭത്തിനകത്ത് മാത്രമാണ് ഒരു കച്ചവടത്തിൻ്റെ ശ്രദ്ധയെങ്കിൽ എങ്ങനെയും ലാഭം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിനകത്ത് മായം ചേർന്നാലും നിങ്ങൾക്ക് തരുന്ന ഭക്ഷണത്തിൽ മോശമായെങ്കിലും എൻ്റെ ചിന്ത എനിക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ മറ്റൊരാളുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യത്തെ കൊടുക്കണം. നിങ്ങളുടെ പൈസ അല്ല കൊടുക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നതേയില്ല. എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ പൈസ എനിക്ക് തരികയും ഞാൻ നിങ്ങൾക്ക് പകരം നിങ്ങളറിയാതെ രോഗം തരികയും ചെയ്യുക. ഇത് വേണോ വേണ്ടയോ എന്ന് മലയാളി ഇത്രയും വലിയ കാര്യമെല്ലാം ഉണ്ട്. ഞങ്ങളെ വലിയ മുന്നണി നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോഴും നമ്മളെ അനുദിനം എന്നവണ്ണം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഒരാളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അനുദിനം നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കുക. ജീവിതശൈലിയിൽ മാറ്റം വരാത്തത് ആശുപത്രി വ്യവസായത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതശൈലി മാറ്റുകയും നല്ല ഭക്ഷണം ശീലമാക്കുകയും ചെയ്താൽ ആശുപത്രി വ്യവസായത്തെ സഹായിക്കുന്ന സ്ഥിതി ഒഴിവാക്കാനാകുമെന്നും നല്ല ആരോഗ്യത്തോடு തന്നെ ജീവിക്കാൻ കഴിയുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.